ബിഗ് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് BJP-യെയും JDU-നെയും ഒരു പ്രത്യേക രീതിയിൽ ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് ബീഹാർ തൂത്തുവാരി NDA എന്നാണ് ഒന്നാം പേജിൽ മനോരമ പറയുന്നത്. അതിൽ ആരോപണങ്ങൾ ഏശിയില്ല, ക്ഷേമരാഷ്ട്രീയം തുണയായി എന്ന് പറയുന്നു. ഒപ്പം നിതീഷ് 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും ബീഹാറിലെ കക്ഷി നില അടക്കം നൽകിക്കൊണ്ട് അതിൻ്റെ ടേബിൾ നൽകിക്കൊണ്ട് ഒന്നാം പേജിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അവരുടെ ബാനർ ഹെഡിൽ മലയാള മനോരമ ഈ പറയുന്ന വോട്ട് ചോരിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന ഒരു, അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വിയും പോകുന്ന വണ്ടി ടയറിലേക്ക് അമ്പെയ്ത് വീഴ്ത്തുന്ന ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ ചേർത്തുകൊണ്ട് ബീഹാറിൻ്റെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു വിജയം ഏതായാലും മലയാള മനോരമ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ ഉൾപേജുകളിലും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു പത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 8-9 പേജുകളിൽ മലയാള മനോരമ വളരെ രസകരമായി നൽകിയിരിക്കുന്നു. ഒന്ന്, നിതീഷിന് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷിൻ്റെ ഒരു കാരിക്കേച്ചർ നൽകിയിരിക്കുന്നു. ഇന്ത്യക്ക് നിരാഹാർ, NDAക്ക് ആഹാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വികസനവും ജാതി സമവാക്യവും അടക്കം ചേരുവകളെല്ലാം തുണച്ചു. എന്നാൽ ഈ പല സാഹചര്യങ്ങളും അനുകൂലമായിട്ടും ഫലമുണ്ടായില്ല എന്നുള്ളതാണ്. അതായത് NDAക്ക് ആഹാർ, ഇന്ത്യക്ക് നിരാഹാർ എന്നാണ്. ഇന്ത്യ എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യ സഖ്യം. മഹിളാ സമ്മാൻ, സ്ത്രീകളുടെ പിന്തുണ, നിതീഷിൻ്റെ സ്ഥിര നിക്ഷേപം. അതായത് എപ്പോഴും നിതീഷ് കുമാറിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ വനിതാ വോട്ടർമാർ എന്ന് പറയുന്നത്. കാരണം അവരെ കയ്യിലെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ജനകീയ പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് നിതീഷ്. അപ്പോൾ ഏതായാലും ഇത്തവണ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ചില വിശകലനങ്ങൾ കൂടെ ഇന്ന് മലയാള മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഈ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ച ജീവിക ദീദിമാരിൽ 1.5 ലക്ഷം പേര് വോട്ടർമാരെ സഹായിക്കാനായി നിയോഗിച്ച കമ്മീഷൻ്റെ നടപടി, അത് സംബന്ധിച്ച് അത് നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഒക്കെ വിമർശനം ഇനിയും ഉന്നയിക്കപ്പെടും എന്ന് തന്നെ പറയുന്നുണ്ട്. ഏതായാലും ചിരാഗ് പാസ്വാൻ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു.